ഹലോ ഗൈസ്, നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് റാൻഡം വീഡിയോ ആണ്. അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ 50K+ ഫോളോവേഴ്സുള്ള അക്കൗണ്ട് പോയി. അത് ആദ്യം സസ്പെൻഡ് ആയിരുന്നു. ഞാൻ അപ്പീൽ കൊടുത്തു, കുറച്ച് റിക്കവറി ടീമിൻ്റെ കൊടുത്തു. അപ്പം അവർ പറഞ്ഞതെന്ന് പറയുമ്പം ഇത് ബാക്കിൽ നിന്ന് ആരോ മനഃപൂർവ്വം ഇൻസ്റ്റാ ബാൻ തന്നതെന്നാണ്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും വിഷമങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് ആ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ആയപ്പം ഡിസേബിൾഡ് യുവർ അക്കൗണ്ട് എന്നാണ്. അതായത് ഇൻസ്റ്റഗ്രാം എനിക്ക് മെയിൽ അയച്ച്, നിൻ്റെ അക്കൗണ്ട് നമ്മൾ പൂർണ്ണമായി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള രീതിയിലാണ് എനിക്ക് മെയിൽ വന്നത്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഹാർട്ട് ബ്രേക്കായി. കാര്യം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളും തുടങ്ങി. എനിക്ക് ഇങ്ങനെ ലൈക്ക് സെലിബ്രിറ്റീസിനെ കണക്ക് വലിയ ഫേമസ് ആവണം, പൈസ ഉണ്ടാക്കണം, അങ്ങനെയുള്ളൊരു മൈൻഡിലല്ല ഞാൻ വ്ളോഗിട്ട് തുടങ്ങിയതും വ്ളോഗ് ഇടാനും വിശ്വസിച്ചതും. അപ്പോഴത്തേക്ക് എനിക്കത് കണ്ടപ്പോൾ നല്ല വിഷമമായി. അപ്പം അതെങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് പിടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. സിദാൻ എന്നും പറഞ്ഞല്ല, എൻ്റെ ഒഫീഷ്യൽ നെയിം സിദാൻ റാഷിദ് എന്നും പറഞ്ഞ് ഒരു അക്കൗണ്ട് തുടങ്ങി. അതിൻ്റെ അകത്ത് ഇപ്പം 380 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം 1.3K 4K സംതിങ് ഫോളോവേഴ്സേ ഉള്ളൂ. എല്ലാം ആദ്യം ഒന്നേന്ന് തൊട്ട് തുടങ്ങണം. വൈസിറ്റി കളിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത്. വൈസിറ്റി കളിക്കാം. അടുത്തോട്ടൊന്നും ചോദിച്ചാൽ വൈഡി കിട്ടോ? വൈസിറ്റി ഇല്ല, ഞാനേ ക്ലിപ്പ് എടുത്ത് വയ്ക്കട്ട്. കട്ടാക്കണ്ട അല്ല. ഇതിൻ്റെ അകത്ത് വൈസിറ്റി കളിക്കാനായിട്ടാണെങ്കിൽ എവിടെ നീ ഇതിൻ്റെ അകത്ത് എപ്പോൾ വൈസിറ്റി കളിച്ച? ലാസ്റ്റായിട്ട് എപ്പോൾ കളിച്ച? നൊസ്റ്റാൾജിയ ഗെയിമാണ്. അല്ല, ഞാൻ അടിച്ചത് ഏതറേ. വൈസിറ്റി അടച്ചേരാടാ ഗൈസ്. ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ വൈസിറ്റി കളിക്കാം. സ്ലോട്ട് അയ്യോ ഇതല്ല. ഫുൾ സ്ക്രീനിലാക്കിയിട്ട് ടാപ്പ് വ്യൂ കൊടുക്കുക. സെറ്റപ്പ് ഗ്രാഫിക്സ് കൂട്ടാം. വീഡിയോ സ്ക്രീൻ, മെമ്മറി യൂസേജ്, ആൽഫ, കളർ ഫിൽട്ടർ, നോർമൽ, മൊബൈൽ, നോൺ സിമ്പിൾ, നോർമൽ, മോഷൻ ബ്ലർ, വൈഡ് സ്ക്രീൻ, ഓട്ടോ, ഡിസ്പ്ലേ സെറ്റപ്പ്, ബ്രൈറ്റ്നസ് 1 കട്ട 2 കട്ട കൂട്ടി, ഡെൻസിറ്റി കുഴപ്പമില്ല. കട്ട് സെൻസ് ബോർഡർ എന്താ? അതെന്തോന്ന് കട്ട് സെൻസ് ബോർഡർ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഗ്രാഫിക്സ് സെറ്റാക്കി. ഗൈസ്, വൈസിറ്റി നമുക്ക് ഇങ്ങനെയും കളിക്കാം. ഇങ്ങോട്ട് കാണിടാ. വൈസിറ്റി നമുക്ക് ഇങ്ങനെയും കളിക്കാം, അതായത് ഡൗൺലോഡ് ചെയ്യാതെയും നമുക്ക് കളിക്കാം. ഇതിപ്പം ഞാൻ ഇന്നലെയാണ് ലാസ്റ്റായിട്ട് കളിച്ചത്. ഇന്നലെയാണ് ലാസ്റ്റായിട്ട് ഞാൻ കളിച്ചത്. ഇത് ഭയങ്കര ഗെയറോ സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റിയാണ്. അല്ല, ചില സമയത്ത് സൗണ്ട് കേൾക്കൂ.
നമുക്ക് കാറെടുത്ത് പറക്കാം. പോലീസ് ഒന്നും ഉണ്ടോ ഗൈസ്? ഒരുപാട് ഞാൻ ആദ്യമായിട്ട് വൈ സിറ്റി കളിക്കുന്ന ടാബിലാണ്. അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഫീമെയിൽ ഫ്രണ്ടിൻ്റെ ടാബിലാണ് ഞാൻ ആദ്യമായിട്ട് വൈ സിറ്റി കളിക്കുന്നത്. അന്ന് വൈ സിറ്റിയിൽ ഞാൻ ബൈക്ക് എടുത്തിട്ട് പറക്കുമായിരുന്നു, ടോമി വെർസിറ്റി. അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈലിൽ GTA സാൻ ആൻഡ്രിയാസ് കളിച്ച് മിഷ്യൻസൊക്കെ തീർത്ത്. അതിൻ്റെ അകത്ത് ഇതിനെക്കാട്ടി വലിയ പാടാണ് അതിൻ്റെ അകത്ത് മിഷ്യൻസ്. ഗൈസ് ഒന്നും തോന്നല്ലേ, വണ്ടി എനിക്ക് ഓട്ടിക്കാൻ അറിഞ്ഞൂടാ കറക്റ്റ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഡാ അല്ലമീനെ ഇവിടെ ഇരിടാ നീ. എടാ നീ ഇവിടെ ഇരുന്നോ, അല്ലാണോ? കുഴപ്പമില്ല. ആ നല്ല നല്ല കാർ കിട്ടി, നല്ല കാർ കിട്ടി. ഇറങ്ങ പെണ്ണുമ്പിള്ളേ, ഇതിൽ പറക്കാൻ കേട്ടാ. ഡ്രൈവർ വാലിച്ച്, ഡ്രൈവറാ മോനെ ഞാൻ. ഗൈസ് ഞാൻ ആദ്യമായിട്ട് ആണ് PC കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ തെറ്റ് കാര്യങ്ങളും വരും. ഞാൻ 6 വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് വൈ സിറ്റിയെ പോലീസുകാരെ ക്ഷമിക്കണം. വൈ സിറ്റിയെ കളിക്കുമ്പോൾ ഞാൻ കൂടുതലും മിഷ്യൻസ് കളിക്കാറില്ല ഗൈസ്. ഞാൻ കൂടുതലും വണ്ടി ഒട്ടിച്ച് പ്രാക്ടീസാണ് ചെയ്യാറുള്ളത്. വണ്ടി ഒട്ടിക്കുന്നതല്ലേ ഇതിൻ്റെ അത് രസം ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ PC പോലും അല്ല, ഇത് എൻ്റെ ഇക്കാടെ PC ആണ്. സ്വന്തം ഇക്കാടെ അല്ല, കസിൻ. ഏതാ മോനെ എൻ്റെ ഡ്രൈവിങ്? ഇറങ്ങി ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വെള്ളത്തിൽ ഇറങ്ങിയാൽ മരിക്കൂലേ? മരിക്കും. ഇത് എടാ ഏതൊക്കെ നല്ല നല്ല ചീറ്റ് കോഡ് പറഞ്ഞാണ്? നിന്റെ ഫോണിലെടുത്ത് വെച്ച് നോക്കിയേ വൈ സിറ്റി. നിന്റെ ഫോൺ കൊണ്ടുവന്നില്ലേ നീ? അവിടെ മൊബൈലില്ലല്ലേ? നോട്ടിയുടെ നോട്ടി വെടിവെക്കുന്ന എവിടെയായിരുന്നടാ? ഇവിടെ സാൻ ആൻഡ്രിയാസിൽ ഇതുണ്ടാ. വേറെ ഞാൻ ഒരു സിറ്റി കൊണ്ടുപോയി എല്ലാ എണ്ണത്തിനും അറുത്ത് വിടുമായിരുന്നു. ചെറുപ്രായത്തിൽ കാർ ഓട്ടിക്കുന്നത്. അതെന്തര് അച്ഛന് പോലീസ് തന്നെടായി. ഗൈസ് പാൻ ഇന്ത്യൻ ബ്രാഞ്ചിൻ്റെ റീലുകൾ കാണാറുണ്ടോ? നോക്കട്ടെ. ഇങ്ങനെ ഇങ്ങനെ വിളി. ഇതാണ് കറക്റ്റ് ഫ്രെയിം. ഗൈസ് പാൻ ഇന്ത്യൻ ബ്രാഞ്ചിൻ്റെ റീലുകൾ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അവരെ എടാ ഇതിന് എന്താ സൗണ്ട് പോയത്? കട്ടി ചീറ്റ് കോഡ്. എന്നാ വേറെ ചീറ്റ് കോഡ് എന്തെങ്കിലും ഉണ്ട്? എവിടാ ടാങ്ക്? യാറാ ഇനി പാൻസർ കൊണ്ടുള്ള കളിയാണ്.
എന്തായാലും മരിക്കും ആള്. എല്ലാരും മാറിക്കോ, ഭ്രാന്തനാണ് വണ്ടിയും കൊണ്ട് വരുന്നത്. നീ ഗെയിം മാത്രം കാണിക്കാതെ എന്നെയും കൂടെ കാണിയില്ല. എന്നെ കിട്ടേ എന്നെ. ബസ്റ്റഡ് ചെയ്യാതെ ഡേ എന്നെ. ആഹാ അതെങ്ങനെ ചീറ്റ് കോഡ് അടിക്കുന്ന? ഡേ ഡേ ഇതെന്താ എന്നെ എല്ലാരും വണ്ടി കൊണ്ട് വെച്ചൊക്കെ ഇടിച്ച് കൊല്ലുന്ന? നോട്ടി വേറൊരു ഇതുമില്ലേ? ആംബുലൻസ് ഒക്കെ ഓട്ടിച്ച് ഇല്ല. മാപ്പ് എടുക്കട്ടെ. മാപ്പ് എടുക്കുന്ന എവിടെയായിരുന്നു? GTA 5 എങ്ങനെയാണെന്നറിയാവോ? ഇത് പറ്റൂല. ഇത് അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര പാടാണ് GTA 5. ഇങ്ങനെ വണ്ടി ഓട്ടിക്കണം. എന്താ ചീറ്റ് കോഡ് ആക്ടിവേറ്റ് ആവാത്ത? NOUGHTY നോട്ട് ചെയ്യപ്പോഴൊന്നും അടിച്ചിട്ട് വന്നില്ല കേട്ടാ. NOUGHTYWEP വന്നില്ലടാ. വണ്ടിയാടാ ഇവിടെ. നല്ല വണ്ടിയല്ലേ? വണ്ടിയുടെ ബാക്കിൽ ഡേയ് കളിയാക്കണ. ഓൾഡ് മോഡൽ വണ്ടി എടുത്തിട്ട് പറക്കാം. ക്യാമറ എങ്ങനെയാടാ മാറിയ? അതെങ്ങനെയാടാ ക്യാമറ മാറിയ? ഓ സോറി, സോ സോറി. ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, സിദാൻ റാഷിദ്. മരിച്ചു. ആംബുലൻസ് ലൈഫ് എന്തായാലും ഇനി എടുക്കുന്ന ബാക്ക് ഇറങ്ങുന്നത് എങ്ങനെയായിരുന്നു? ഈ സൈറ്റിൽ നിന്ന് ബാക്ക് ഇറങ്ങുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ മറന്നു പോയി. ഇന്നലെ ഞാൻ ചെയ്തായിരുന്നു. ഇതിൻ്റെ ഈ സൈറ്റിൽ നിന്ന് വെളിയിറങ്ങുന്നത് എങ്ങനെയൊക്കെ? സൈറ്റിൽ നിന്ന് ഇത് വ്ളോഗ് എടുക്കുന്നത്
ആദ്യം തൊട്ടായിട്ടാ ഗെയിം വലിച്ച സെൻസിറ്റിവിറ്റി ഇത്. എടാ സെയ്തലിക്ക് അറിയാടാ, അവൻ ഇന്നലെ ബാക്ക് ഇറങ്ങി. നിങ്ങൾ കളിക്കുമായിരുന്നു വൈസിറ്റി കളിക്കുമായിരുന്നു. ഞാൻ കമ്പ്യൂട്ടറിൽ ആദ്യമായിട്ടാണ് വൈസിറ്റി കളിക്കുന്നത്. ചീറ്റ് കോഡ് അടിക്കാൻ പറ്റൂല അത്. ക്യാമറ സെൻസിറ്റിവിറ്റി ഒക്കെ മാറിയിടേ, അതല്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ ക്യാമറ. ഓ വൈസിറ്റിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. സാനാൻഡ്രിയാസിലില്ലല്ലേ. സാനാൻഡ്രിയാസ് ഒത്തി കൂടെ ഗ്രാഫിക്സ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്തു. ഇറങ്ങി വൈസിറ്റി വൈ ഡോ അങ്ങനെ അല്ലറാ, അത് ബാക്ക് ഓപ്ഷനിൽ നിന്ന് ബാക്ക് ഇറങ്ങുന്നതാണ് ആ ബാക്ക് കാണിക്കുന്നത് അല്ലേ. പിന്നെ വേറൊരു വഴിയില്ല, വണ്ടി ഓടിച്ച് കളിക്കാം. മര്യാദയുടെ ഭാഷ പറഞ്ഞാൽ ഈ GTA എല്ലാ മെമ്പേഴ്സിനുള്ള പവർ CJക്കുണ്ട്. ടോം യൂണിവേഴ്സിറ്റി കള്ളു കുടിക്കുമല്ലേ. ട്രംപ് നിനക്ക് എന്താ വൈസിറ്റിക്കകത്ത് ട്രംപാ. ട്രംപൊക്കെ തനം 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 തനം. സോറി ബ്രോ. ഏതാ ഇക്കാടെ ഡ്രൈവിങ്. ഇപ്പോൾ ഒരു സ്റ്റണ്ടുണ്ട്. ഇവിടെ ഹോമിലോട്ട് പോകുന്നു. കട്ട് ചെയ്താണ്ടാ ഗൈസ്. ആ കാണുന്നതാണ് കിൻഫ്ര പാർക്കിൻ്റെ ബാക്ക് സൈഡ്. ഡിഫറെൻ്റ് ആർട്ട് സെൻ്റർ അല്ലേ അത്.
എടാ ഇത് വാട്ടർഫാൾസ് എടാ ഇതിലെ വനം കണക്കാണല്ലേ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. നീ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ? പാറേ കൊള്ളാല്ലേ? സിമൻ്റ് അല്ലേ ഗൈസ്? ഇവിടെ നമ്മൾ കഴക്കൂട്ടത്ത് പറഞ്ഞ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് കയറി പ്രവേശിക്കേണ്ട ഒരു സ്ഥലമാണ് മാജിക് പ്ലാനറ്റ്. പ്രൊമോട്ടും കാര്യങ്ങളും ചെയ്യുന്നതല്ല മാജിക് പ്ലാനറ്റ് ഗൈസ്. പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് വയ്ക്കുക. നല്ല നല്ല കണ്ടൻറ്റും വ്ളോഗുകളും വരുന്നത് കാണാം അല്ലേ? ഇന്ന് വീട്ടിൽ കഴിക്കാൻ എന്തൊരു ബിരിയാണി? കൊഞ്ച് ബിരിയാണി. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താലോ? ചിക്കൻ ചൂടാൻ വാപ്പുണ്ട് പൈസ വെച്ചേക്കുന്ന. ഡെങ്കുവിനെ വേണ്ട, എന്നെ കാണുമ്പോൾ അത് ചാടി എൻ്റെ പിറത്ത് വന്ന് മാന്തി എൻ്റെ തലേൻ്റെ ഇവിടെയൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന ആലോചിച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഡെങ്കുവിനെ കുളിപ്പിക്കേണ്ട ഗൈസ്. ഇവിടെ താഴെ ഡിങ്കു എന്ന് പറയുന്നൊരു പട്ടിയുണ്ട്. യവമാരത്തൊക്കെ ഭയങ്കര ഇണക്കമാണ്. ബട്ട് എൻ്റെ അടുത്ത് അത് അങ്ങനെയല്ല. കാര്യം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നത്, അതുകൊണ്ട് എൻ്റെ അടുത്ത് വലിയ കാര്യമില്ല. ഇവിടെ നിങ്ങൾ എത്ര വട്ടം കയറിയിട്ടുണ്ട്? 10-11 പ്രാവശ്യം യവന്മാരിവിടെ കയറിയിട്ടുണ്ടെന്നാണ് അവന്മാർ. ഞാൻ 2 വട്ടം കയറിയിട്ടുള്ളൂ മാജിക് പ്ലാനറ്റിൽ. അത് എൻ്റെ പ്രൈം ടൈമിൽ കൊച്ചിലെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. എനിക്കിപ്പോൾ ഒരു പേടിയാണ്ടേ, യൂട്യൂബ് ചാനലും കൂടെ അടിച്ചു പോയാൽ ഞാൻ തളരും. പിന്നെ ഞാനെന്ന് പറയുന്ന ഈ കൊച്ചി യൂട്യൂബർ കാണത്തില്ല. ഞാൻ പിന്നെ വല്ല ജോലിക്കകത്തെ പോയി പൈസ ഉണ്ടാക്കണം. അല്ല യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്നൊന്നുമില്ല, റവന്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. ഗൈസ് മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേ കണക്കത്തെ ഡെയിലി വ്ളോഗുമായി ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ടാറ്റ.